class. In today's class we are going to discuss the topic about contents of audit report. In the previous class we have discussed the topic about the report preparation. There's so many points has been discussed in the previous class. In today's class let's study the contents. What are the contents included in the audit report? The contents are mainly number 1 audit memorandum, then schedule to the memo, summary of defects, R&D statement, that is the receipt and disbursement statement, trading account, profit and loss account, balance sheet and auditor statement. These are the details should included or contained in a audit report. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടെ തന്നെ അതിനോട് അനുബന്ധമായിട്ട് ചേർക്കേണ്ട ചില ലിസ്റ്റുകളും ഉണ്ട്. ആ ലിസ്റ്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സ്, ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക്, ലിസ്റ്റ് ഓഫ് ഡെഡ് സ്റ്റോക്ക്, ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അത് ഈ പറയുന്ന റിപ്പോർട്ടിനോട് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്യേണ്ട ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഓഡിറ്റ് മെമ്മോ ഓർ ഓഡിറ്റ് മെമ്മോറാണ്ടം. മെമ്മോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മെമ്മോറാണ്ടം ആയി കഴിഞ്ഞാലും സെയിം ആണ്. ഓഡിറ്റ് മെമ്മോറാണ്ടം, that is audit memorandum is prepared in the prescribed form provided by the registrar. രജിസ്ട്രാർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെയാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് questions requiring the details and the auditor has to answer the questions in concerned with the or reference to the books, records, accounts, working sheet and final statement in connection with the audit. ഈ ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അതായത് ഓഡിറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ, റെക്കോർഡ്സുകൾ, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ആ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾക്കെല്ലാം എന്ത് ചെയ്യണം? ഓഡിറ്റർ ആൻസർ ചെയ്യണം. അങ്ങനെയുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് മെമ്മോറാണ്ടം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആൻസേർഡ് ബൈ ദി ഓഡിറ്റർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടെ നമുക്കറിയാം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് നോട്ട്ബുക്ക് ഇതെല്ലാം വെക്കേണ്ടതാണ്. അപ്പോൾ അതിനോട് കൂടെ തന്നെ ഈ ഓഡിറ്റ് മെമ്മോറാണ്ടം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, അത് ചില കേസുകളിൽ സ്പെഷ്യലായിട്ടും റിപ്പോർട്ടുകളെല്ലാം മെൻഷൻ ചെയ്യാറുണ്ട് ഓഡിറ്റർ. ഇതൊക്കെ ഇതിനോട് കൂടെ ചേർത്തിരിക്കണം. ഈ പറയുന്ന റിപ്പോർട്ടിനോട് കൂടെ ചേർത്തിട്ടാണ് DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ മെയിനായിട്ടും നമ്മുടെ ഓഡിറ്റ് വർക്കിൽ എന്തെല്ലാം റെക്കോർഡ്സുകൾ, ബുക്സുകൾ, ഡോക്യുമെൻറ്റ്സുകൾ, ഇൻഫർമേഷൻസുകൾ, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അയാൾ പരിശോധിച്ചിട്ടുണ്ട്, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ നൽകുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അപ്പോൾ അതിൽ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഈസ് ദാറ്റ് the information furnished in the memorandum are correct, brief and specific. അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നൽകുന്ന ഇൻഫർമേഷൻസുകൾ അതൊരു എവിഡൻസ് ആണല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഈ ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ നൽകുന്ന ഇൻഫർമേഷൻസുകളും എങ്ങനെയുള്ളതായിരിക്കണം? സ്പെസിഫിക്, ബ്രീഫ് ആൻഡ് കറക്റ്റ്. Number 2, the information or details furnished should not be vague. വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ, അതായത് ഒപ്പീനിയൻസുകളൊന്നും പറഞ്ഞുകൊണ്ടല്ല, ഒരു ആംബിഗ്യസ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളല്ല എവിടെ നൽകേണ്ടത്? ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ നൽകേണ്ടത്. ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ബൈ ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി വേഗ്. വളരെ ക്ലിയർ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ തന്നെയായിരിക്കണം ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ നൽകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അനദർ വൺ ഷെഡ്യൂൾ ടു ദി മെമ്മോ. ഈ മെമ്മോറാണ്ടത്തിനോട് കൂടെ തന്നെ നമുക്കറിയാം KCS ആക്ടിൻ്റെ സെക്ഷൻ 54 സബ്സെക്ഷൻ 5 എന്തെല്ലാം ഷെഡ്യൂൾസുകൾ കൂടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ KCS ആക്ടിൻ്റെ സെക്ഷൻ 64 ആണ്. സബ്സെക്ഷൻ 5
the auditor has to submit the audit memorandum with the specific or particulars of the schedules എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഷെഡ്യൂൾസുകൾ ഏതാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഷെഡ്യൂൾസ് ടു ദി മെമ്മോ. The first one, all transactions which appear to the contrary to the provisions of the act, rules, bylaws of the society. അതായത് മെമ്മോറാണ്ടത്തിൽ നൽകേണ്ട പ്രൊവിഷൻസുകളിൽ ഷെഡ്യൂൾസുകളിൽ ഒരു ഷെഡ്യൂൾ എന്തിനെ കുറിച്ചായിരിക്കണം? അതായത് സൊസൈറ്റിയുടെ അക്കൗണ്ട്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത് സൊസൈറ്റിയുടെ ആക്ട്, റൂൾസ്, ബൈലോസിന് അതിന് വിപരീതമാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ട്രാൻസാക്ഷൻസുകൾ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. The first one, the memorandum, audit memorandum shall have the following schedule. ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് പറയുന്നത്. All the transactions which appear to the contrary to the Cooperative Societies Act, rules and bylaws of the society. Number 2, all the sums which have not been entered or brought into the accounts by the society. നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ ഓഫ് ദി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ അവിടെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലും പറഞ്ഞതാണ്. ഓഡിറ്റർ ആദ്യമായി വന്നു കഴിഞ്ഞാൽ ഡേ ബുക്കാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡേ ബുക്കിൽ അതിൻ്റെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം. അതിൽ പറയുന്ന ട്രാൻസാക്ഷൻസുകൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ലെഡ്ജർ അക്കൗണ്ടുകളിൽ ചില എൻട്രീസുകളെല്ലാം എമൗണ്ടുകളെല്ലാം ബ്രോഡ് ചെയ്യാതുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടുകൾ ഏതാണ് എന്നുള്ളത് ഈ ഷെഡ്യൂളിൽ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അനദർ വൺ, സി any material impropriety or irregularity in the expenditure or in the realization of money due to society. സൊസൈറ്റിക്ക് കിട്ടാനുള്ള മണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെൻഡിച്ചറിലോ ഇറഗുലാരിറ്റിയോ ഇംപ്രോപ്പറായിട്ടോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ ഫാക്ട്സുകൾ കണ്ടെത്തി കഴിഞ്ഞാലും അതെന്ന് ചെയ്തിരിക്കണം, ഇവിടെ പ്രസ്താവിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഡേ ബുക്ക് എന്ന് പറയുമ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് വൗച്ചേഴ്സ്, റെസീപ്റ്റ്സിൻ്റെ ഒക്കെ ബേസിലാണ് അല്ലേ. അപ്പോൾ ആ റെസീപ്റ്റ്സും വൗച്ചേഴ്സും സപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന എവിഡൻസുകളാണ്. പക്ഷേ ഡേ ബുക്കിലോ അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻറ്റിലോ ഇങ്ങനെയുള്ള എക്സ്പെൻസുകളും അല്ലെങ്കിൽ ഇൻകം ഉണ്ട്. പക്ഷെ അതിനൊന്നും റിയലൈസേഷൻ ചെയ്തിട്ടുള്ളതിന് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിന് തെളിവുകളൊന്നുമില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഓഡിറ്റ് ഷെഡ്യൂൾ ടു ദി ഓഡിറ്റ് മെമ്മോറാണ്ടം. Fourth one, the all money or property belonging to the society which appear to be the auditor to be bad and doubtful debt. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട്സുകളാണ് ഇവിടെ കാണിക്കുന്നത്, R&D സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിലാണ് അസറ്റ്സുകളും ലാബിലിറ്റീസുകളും. അപ്പോൾ ചില അസറ്റ്സുകൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അസറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഓഡിറ്റർക്ക് അത് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ആണ്. അതിൻ്റെ വാല്യുവേഷൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അസറ്റിൻ്റെ പൊസഷൻ എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ സംശയാസ്പദമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന അസറ്റ്സുകളുടെയും റിപ്പോർട്ട്സുകൾ എവിടെ നൽകാം? ഷെഡ്യൂൾസുകളിൽ നൽകണം. ദാറ്റ് ഈസ് അനദർ വൺ. സെക്കൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ബൈ DCA. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് നമുക്കറിയാം ഓഡിറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഫേമിൻ്റെ മാനേജറിയൽ എഫിഷ്യൻസി, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിൻ്റെ ബേസിൽ സൊസൈറ്റീസുകളെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനിലാണ് വരുത്തുന്നത്, ABCD എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? DCA നിർദ്ദേശിക്കുന്ന പ്രകാരം അതിൻ്റെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. Another 1F point, information regarding membership, shares, borrowing, meeting, managerial staff of the society. അപ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മീറ്റിംഗ്, പോലെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ്, മെമ്പർഷിപ്പ്, ബോറോയിങ്സ്, സൊസൈറ്റി ചെയ്യുന്ന ബോറോയിങ്സ് ആൻഡ് ലെൻഡിങ്സ്. അനദർ വൺ പറയുന്നത് മാനേജീരിയൽ സ്റ്റാഫ്. ഇവരെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും വളരെ റെലവൻ്റ് ആണ്.
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എവിടെ നൽകണം? ഈ ഷെഡ്യൂളിൽ പ്രൊവൈഡ് ചെയ്യണം. ലാസ്റ്റ് വൺ പറയുന്നത് ഇനി എനി അതർ മാറ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ DCA. ഈ പറയുന്ന 7 പോയിന്റുകൾ കൂടാതെ DCA മറ്റേതെങ്കിലും പോയിന്റ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനും കൂടെ ഈ ഷെഡ്യൂളിൽ എന്ത് നൽകിയിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓക്കെ, ഓഡിറ്റ് മെമ്മോറാണ്ടം, ദെൻ ഷെഡ്യൂൾ ടു ദി മെമ്മോറാണ്ടം. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ മനസ്സിലായി. അപ്പോൾ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് എന്താണ് നൽകുന്നത്? ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ഇൻഫർമേഷൻസുകൾ നൽകി കഴിഞ്ഞാൽ അതിന് താഴെ ഈ മെമ്മോറാണ്ടത്തിനോട് കൂടെ ചേർത്ത് വെക്കേണ്ട ചില ഷെഡ്യൂൾസുകൾ KCS ആക്ടിൽ പറയുന്നുണ്ട്. ആ ആക്ടിൽ പറയുന്ന ഷെഡ്യൂളുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സുകൾ. അതായത് സൊസൈറ്റിയുടെ ആക്ടുകൾക്ക് വിപരീതമായി പ്രവർത്തിച്ച ഏതെങ്കിലും ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാത്ത എനി എമൗണ്ട്, സൊസൈറ്റിയുടെ അസറ്റ്സിനെ സംശയാസ്പദമായി തോന്നുന്ന ചില ഇൻഫർമേഷൻസുകൾ, സൊസൈറ്റിയുടെ ബോറോയിങ്സ്, സ്റ്റാഫ് മീറ്റിംഗ് മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള റെലവെന്റ് ഇൻഫർമേഷൻസുകൾ, സൊസൈറ്റിയുടെ ഇംപ്രോപ്പറായിട്ട് കണ്ട റെസീറ്റ്സുകളോ പേയ്മെന്റ്സുകളോ, ഇതൊക്കെയാണ് ഓഡിറ്റ് ഷെഡ്യൂളിൽ നൽകേണ്ടത്. അനദർ വൺ സമ്മറി ഓഫ് ഡിഫക്റ്റ് ആണ്. സമ്മറി ഓഫ് ഡിഫക്റ്റ്, ദാറ്റ് ഇസ് ദ തേർഡ് വൺ. എന്താണ് സമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടിനോടുകൂടെയും ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് മെമ്മോറാണ്ടം ഇതിനോടുകൂടെ ഫർണിഷ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് തന്നെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ സമ്മറി ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ സമ്മറിയിൽ ഓഡിറ്റർ ഡിറ്റക്ട് ചെയ്യുന്ന ഡിഫക്റ്റുകളാണ്, അല്ലെങ്കിൽ ഓഡിറ്റർ നോട്ടീസ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റുകളാണ് കാണിക്കേണ്ടത്. അപ്പോൾ മൈനർ ഡിഫക്റ്റുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫക്റ്റുകളിൽ മെൻഷൻ ചെയ്യാം, അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സൊസൈറ്റിയോട് എംപ്ലോയീസിനോട് ആവശ്യപ്പെടാം. പക്ഷെ മേജറായിട്ട് വരുന്ന ഡിഫക്റ്റുകളാണെന്നുണ്ടെങ്കിൽ DCA അത് ഇൻഫോം ചെയ്തിരിക്കണം. DCAയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് സ്പെഷ്യലായിട്ടുള്ള റിപ്പോർട്ട്സുകൾ നൽകിക്കൊണ്ട് നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കാനും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ഓർഡർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റൊക്കെ ആർക്കുണ്ട്? ഓഡിറ്റർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റുകളാണ് നമ്മൾ ഇവിടെ സമ്മറി ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫോം ചെയ്യേണ്ടത്. സോ along with the audit memorandum and audit certificate, the summary of defect statement should also be furnished to the DCA. Then only those defects which are noticed until the finalization of audit are included in the summary of the defect. Underline ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് ലാസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷനിൽ എത്തുന്നത് വരെ ആ സമയത്ത് അതിൽ കണ്ടിട്ടുള്ള ഡിഫക്റ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഡിഫക്റ്റുകളിൽ സമ്മറി ഓഫ് ഡിഫക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് റെക്ടിഫൈ ചെയ്യാതെ ഇനിയും കിടക്കുന്ന ചില ഡിഫക്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഡിഫക്റ്റുകളായിട്ട് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നോക്കണം ജനറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസുകൾ എന്തൊക്കെയാണ്. ഒരു സമ്മറി ഓഫ് ഡിഫക്റ്റുകളിൽ ഉൾപ്പെടുന്ന ജനറൽ ഒബ്സർവേഷൻസുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 ദി എഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ എഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ആക്ട് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് എന്താണ്, ഇതെല്ലാം സൊസൈറ്റിയുടെ റൂൾസ്, ബൈലോ, പ്രിൻസിപ്പിൾ, വാല്യൂസ് ഇതിനെല്ലാം ഫോളോ ചെയ്യുന്നതാണോ, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലിമിറ്റിൽ തന്നെയാണോ എന്നുള്ളത് നോക്കി കാണുമ്പോൾ അതിൽ വന്ന ഒബ്സർവേഷനിൽ വന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. എന്തെങ്കിലും കോൺട്രറി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഡിഫക്റ്റിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അനദർ വൺ അക്കൗണ്ട്സ് വിച്ച് ഹാസ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സുകളിൽ വന്നിട്ടുള്ള ഡിഫക്റ്റുകളാവാം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഡേ ബുക്കിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ഫ്രോഡ്സുകൾ, എറേഴ്സുകൾ ഇതെല്ലാം മേജറായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമ്മറി ഓഫ് ഡിഫക്റ്റിൽ ഉൾപ്പെടുത്താം. ദെൻ ഇറഗുലാരിറ്റീസ്, അതായത് ചില കേസുകളിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് സൊസൈറ്റിയുടെ
പ്രവർത്തനം അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാകുന്ന പക്ഷവും ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് വൺ, സജഷൻസ് ഫോർ ഇംപ്രൂവിങ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പം എന്ത് ഡിഫക്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും ഡിഫക്റ്റ് മാത്രമല്ല ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഡിഫക്റ്റുകളെ റെക്ടിഫൈ ചെയ്യാനുള്ള സജഷൻസുകൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇംപ്രൂവ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസുകൾ ഇതൊക്കെ ആർക്ക് നൽകാം? ഓഡിറ്റർക്ക് നൽകാം. അപ്പോൾ ഒരു ഓഡിറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഡിഫക്റ്റ് സമ്മറിയിൽ മെയിനായിട്ടുണ്ടാവേണ്ടത് വരുന്ന ഒബ്സർവേഷനാണ് പറയുന്നത്. നമ്പർ 1, the affairs of the society. Number 2, the accounts which has been noticed or audited. Number 3, any irregularities noticed by the auditor. And last one, recommendations and suggestions should be provided for any defect he has noticed. In concern with the defect, summary of the defect, we have to understood about what are the features of സമ്മറി ഓഫ് ദ ഡിഫക്റ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്നുള്ളത് കൂടെ നമുക്കറിയണം. ഡിഫക്ട്സുകൾ എഴുതി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സമ്മറി ഓഫ് ഡിഫക്റ്റ്. പക്ഷെ അത് എഴുതുന്നതിനും ചില പ്രത്യേകതകളുണ്ട്, അതാണ് പറയുന്നത്. നമ്പർ 1, the summary of defect should have the following features. Number 1, it should be clearly worded so that there will not be any doubt as to the precise meaning of any point. Vague generalization should be avoided. നൽകുന്ന ഇൻഫർമേഷൻസുകൾ പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അതായത് വെയ്ഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ മാത്രമേ ഓഡിറ്റർ നൽകാനായിട്ട് പാടുള്ളൂ. സ്പെസിഫിക് ഡിഫക്റ്റുകളിൽ അല്ലെങ്കിൽ സമ്മറി ഓഫ് ഡിഫക്റ്റുകളിൽ നൽകാനായിട്ട് പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചില ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ ഓഡിറ്റിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ അതിൽ കൂടെ തിരുത്താത്ത ഡിഫക്റ്റുകൾ, അങ്ങനെയുള്ള ഡിഫക്റ്റുകളൊക്കെയാണ് ഏതിൽ ചെയ്യുന്നത്? സമ്മറി ഓഫ് ഡിഫക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ജനറലൈസേഷനിൽ വരുന്ന ഡിഫക്റ്റുകളൊന്നും ഇവിടെ എന്ത് പറയാൻ പാടില്ല, സമ്മറി ഓഫ് ഡിഫക്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഡൗട്ടായിട്ട് വരുന്ന ഇൻഫർമേഷൻസുകളല്ല സമ്മറി ഓഫ് ദ ഡിഫക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ 2, ദ ഒബ്സർവേഷൻ ഷുഡ് ബി സ്പെസിഫിക്, ക്ലിയർ ആൻഡ് ഡീറ്റെയിൽഡ്. നൽകുന്ന ഇൻഫർമേഷൻ, അതായത് ഓഡിറ്റർ ഒരു ഒപ്പീനിയൻ പറയുകയാണ് അല്ലെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസുകൾ എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പം അക്കൗണ്ട്സുകളിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഇറഗുലാരിറ്റീസുകളാണ്, അപ്പോൾ ഏത് അക്കൗണ്ടുകളാണ്, എന്ത് ടൈപ്പുള്ള ഇറഗുലാരിറ്റിയാണ്, പേയ്മെൻറ്റിൽ വന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ അതിൻ്റെ റെസീപ്റ്റുകൾ, വൗച്ചേഴ്സുകൾ, സപ്ലിമെൻ്ററി ആയിട്ടുള്ള എവിഡൻസുകളിൽ വന്നിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റുകളാണോ, അല്ലെങ്കിൽ അത് റെക്കോർഡിങ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ഡിഫക്റ്റുകളാണോ, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളതാണോ, ബാലൻസിങ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ളതാണോ, ഇങ്ങനെ വരുന്ന ഓരോ ഇൻഫർമേഷൻസുകളും സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ ഒബ്സർവേഷൻസ് ഫൈൻഡ് ഔട്ട് ബൈ ദ ഓഡിറ്റർ ഷുഡ് ബി പ്രിസൈസ്, ക്ലിയർ ആൻഡ് സ്പെസിഫിക്. തേർഡ് വൺ പറയുന്നത് എവറി പാരഗ്രാഫ് ഷുഡ് ബിഗിൻ വിത്ത് ദ സജസ്റ്റീവ് ഹെഡ്ലൈൻസ്. ഇപ്പോൾ ഏതെങ്കിലും എറേഴ്സുകൾ, ഫ്രോഡ്സുകൾ, ഇറഗുലാരിറ്റീസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ജനറലി അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതായിട്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതിനെ എങ്ങനെയാണ് എന്താ പറയേണ്ടത്, റെക്ടിഫൈ ചെയ്യേണ്ടത്, തിരുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടെ ഓഡിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ കണ്ടെത്തുന്ന ഡിഫക്റ്റുകൾക്ക് ഓരോ പാരഗ്രാഫുകളിലും അതിനാവശ്യമായിട്ടുള്ള സജസ്റ്റീവായിട്ടുള്ള മെഷേഴ്സുകൾ നൽകിക്കൊണ്ടായിരിക്കണം ഈ ഡിഫക്റ്റുകളെ എന്ത് ചെയ്യേണ്ടത്? മെൻഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. അതിൻ്റെ ഒരു ഫീച്ചറാണ്. തെറ്റുകൾ മാത്രം കണ്ടെത്തലല്ല, തെറ്റുകൾ തിരുത്തുന്ന മാർഗവും അത് തിരുത്തിയാലുണ്ടാകുന്ന മെറിറ്റ്സുകളും അത് ഉത്ബോധനം ചെയ്തുകൊണ്ടായിരിക്കണം തെറ്റുകളെ ഉണർത്തി കാണിക്കേണ്ടത്. ഫോർത്ത് വൺ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ആൻഡ് അപ്പൻഡഡ് ടു ദി ഓഡിറ്റ് നോട്ട്ബുക്ക്. ഒരൊറ്റ റിപ്പോർട്ടിൽ, ഈ റിപ്പോർട്ടിൽ ഒരൊറ്റ കോപ്പി ആയിട്ട് മാത്രമല്ല ട്രിപ്ലിക്കേറ്റ് ആയിട്ട് വേണം ഇൻഫർമേഷൻസുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ഓഡിറ്റ് നോട്ട്ബുക്കിലും റിപ്പോർട്ട് ചെയ്യണം.
ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻസുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗൈഡാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഒരു ഓഡിറ്റർ വന്നു കഴിഞ്ഞാൽ എക്സാമിൻ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള മൈനർ മേജർ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന അക്കൗണ്ട്സുകളെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അലേർട്ടോടുകൂടെ എക്സാമിൻ ചെയ്യാനും ഓഡിറ്റർക്ക് ഹെൽപ്ഫുൾ ആണ്. അതായത് തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരവും തെറ്റ് വരുത്താതിരിക്കാനുള്ള ഒരു അവസരവുമായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അനദർ വൺ, ദി സമ്മറി ഓഫ് ഡിഫക്റ്റ് ഹാവ് ടു പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഇപ്പോൾ ഡിഫക്ട്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പാർട്ട് എ എന്ന് പറഞ്ഞുകൊണ്ടും നൽകണം ഇൻഫർമേഷൻ, പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഡിഫക്റ്റുകൾ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ പാർട്ട് എയിൽ പറയുന്ന ഡിഫക്റ്റുകൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. contain the serious defect requiring immediate attention and warning quick action by the competent authority. സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സുകളാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന സീരിയസ് മാറ്റേഴ്സുകളാണ് പാർട്ട് എയിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് DCAയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് സ്പെഷ്യലി എന്ത് ചെയ്തിരിക്കണം, റിപ്പോർട്ട് ഫോർവേഡ് ചെയ്തിരിക്കണം. നെസസറി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ അതിന് നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ആ ഡിഫക്റ്റുകളെ ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കുമ്പോൾ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും പറഞ്ഞുകൊണ്ടാണ് 2 പാർട്ടുകളായിട്ട് ഈ ഡിഫക്റ്റുകളെ എക്സിബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട് ബിയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻസ് കമ്പാരിറ്റീവ്ലി ലെസ് സീരിയസ് ഡിഫക്റ്റ് ഓഫ് റൂട്ടീൻ നേച്ചർ. സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫക്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നു, പക്ഷേ അതത്ര സീരിയസ് അല്ല, റൂട്ടീൻ നേച്ചറിൽ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ആ സംഭവിക്കാവുന്നതിനെ അപ്പോൾ തന്നെ ഓഡിറ്റർക്ക് തിരുത്താം, പക്ഷേ ഡിഫക്റ്റുകളിൽ അത് മെൻഷൻ ചെയ്യും. അതാണ് പാർട്ട് ബിയിൽ. ഡിഫക്റ്റാണ് പക്ഷേ ലെസ് സീരിയസ് നേച്ചറുള്ളതാണ്. ദാറ്റ് മേ ബി ഹാപ്പൻ ഇൻ ദ റൂട്ടീൻ നേച്ചർ ഓഫ് ദി വർക്ക്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്താണ് സമ്മറി ഓഫ് ദ ഡിഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ along with the audit certificate and audit memorandum, the auditor has to furnish the statement including the defect. The statement is known as summary of the defect. അപ്പോൾ ആ സമ്മറിയിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ടും സൊസൈറ്റിയുടെ അഫയേഴ്സിനെ കുറിച്ച്, അക്കൗണ്ട്സുകളിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അയാളുടെ ഒപ്പീനിയൻസ് പറയാനുള്ളതും അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഡിഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമ്മറി ഓഫ് ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ ഒരു കാര്യം വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ തന്നെ ആയിരിക്കണം, ആ ഫീച്ചറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഓഡിറ്റ് ഈ പറഞ്ഞ സമ്മറി ഓഫ് ഡിഫക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അത് സ്പെസിഫിക് ആയിരിക്കണം, ഒരു ആംബിഗസ് ഉണ്ടാകാനായിട്ട് പാടില്ല, വേഗ് ഇൻഫർമേഷൻ നൽകാനായിട്ട് പാടില്ല, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവാനായിട്ട് പാടില്ല. അതേസമയം അതിന് സജസ്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ്, റെക്കമെൻഡേഷൻസുകളൊക്കെ നൽകിക്കൊണ്ട് ഒരിക്കലും ആ ഒരു ഡിഫക്റ്റിന് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടി സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആകാനുള്ള ഒരു മെഷേഴ്സുകളാണ് ഓഡിറ്ററുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടാകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് 4th വൺ R&D സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ R&D സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ദ അക്കൗണ്ട്സ് ആർ ടേക്കിംഗ് ഇൻ ടു ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ഈ R&D സ്റ്റേറ്റ്മെന്റുകളിലേക്ക് എടുക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസുകളാണ്. അതായത് ആദ്യം ഡേ ബുക്ക് തയ്യാറാക്കി, ഡേ ബുക്കിലുള്ള ട്രാൻസാക്ഷൻസുകളുടെ അക്കൗണ്ട്സുകളാണ് ലെഡ്ജർ അക്കൗണ്ടുകളിൽ വരുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സുകളിൽ നിന്നാണ് R&D സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പോൾ R&D സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് ദ നോമിനൽ അക്കൗണ്ട്സുകളാണ് അതിൽ വരുന്നത്. കൂടാതെ നമുക്ക് ക്ലോസിംഗ് ഫിഗറുകൾ ആയിട്ട് വരുന്നത്, ഓപ്പണിംഗ് ഫിഗറുകളായിട്ട് വരുന്ന ഐറ്റംസുകളും ഇതിൽ എൻട്രി ചെയ്യാറുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ R&D സ്റ്റേറ്റ്മെൻറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മറ്റൊരു കണ്ടൻ്റാണ് നമ്മളിവിടെ പറയുന്ന R&D സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അനദർ വൺ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സർവീസ് സൊസൈറ്റീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, കാരണം അവർക്ക് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകേണ്ടതായിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ഏത് ബുക്കുകളായിരിക്കും തയ്യാറാക്കേണ്ടത്? ഈ പറയുന്ന ഡേ ബുക്കുകൾ, R&D സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിരിക്കും തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ട് അവർക്ക് എന്ത് വേണ്ട, പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അനദർ വൺ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം ഒരു ബിസിനസ് ഫേമിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് എക്സിബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് ഇത് രണ്ടും നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ്റെ ബേസിലാണ് എന്ത് നൽകുന്നത്, അവരുടെ ഡിവിഡൻഡ് എത്രയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഫേമുകളാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്യും. ആ ഇൻഫർമേഷൻ കൂടെ എവിടെ നൽകണം, ഓഡിറ്റ് റിപ്പോർട്ടിനോടുകൂടെ നൽകണം. ദാറ്റ് ഈസ് പ്രൊവൈഡ് ത്രൂ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ആറാമത്തെ പോയിന്റും കൂടെ പറഞ്ഞു. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടെ നൽകേണ്ട ഒരു ഇൻഫർമേഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അനദർ വൺ പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷന് അറിയുന്ന, അല്ലെങ്കിൽ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും ആ ഫൈനാൻഷ്യൽ ഇയറിൽ ക്ലോസിംഗ് പീരീഡിലുള്ളത് ഏതാണ് എന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു ഫിൽ ദ പ്രൊഫോമ ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ഓഡിറ്റ് മെമ്മോ. നമ്മൾ ഓഡിറ്റ് മെമ്മോറാണ്ടം പഠിച്ചപ്പോൾ മനസ്സിലായി അതിലൊരു ഇൻഫർമേഷൻ ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൊഫോമ പറയുന്നുണ്ട്. ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, അത് ഇതിനോടുകൂടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അനദർ വൺ പറയാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. Most important point in related to the contents of audit report is the auditor's statement. The last statement included in the audit report is the auditor's statement. എന്താണ് auditor's statement എന്ന് പറയുമ്പോൾ ഓഡിറ്റർ മെമ്മോറാണ്ടത്തിനോടുകൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു സ്പെഷ്യലായിട്ട് വരുന്ന ഇൻഫർമേഷൻസുകളുണ്ട്. എന്തൊക്കെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, വെദർ ഹി ഹാസ് ഒബ്റ്റെയിൻഡ് ഓൾ ദ ഇൻഫർമേഷൻ ആൻഡ് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർഡ് by the society for requiring or the requirement of the audit work to the best of his knowledge and belief were necessary for the purpose of audit. ഓഡിറ്റർ വർക്ക് ചെയ്യാൻ സൊസൈറ്റിയുടെ ബുക്സുകൾ, റെക്കോർഡ്സുകൾ, ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സുകൾ ഇതെല്ലാം അവൈലബിൾ ആവണം. അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും സത്യസന്ധമാണ്, അത് ബെസ്റ്റാണ്, ബെസ്റ്റ് നോളജിലുള്ളതാണ്, ബിലീഫായിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് ഓഡിറ്റർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് മെയിൻ എവിഡൻസ് ആണ് ഓഡിറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഓഡിറ്റർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ലാബിലിറ്റി ആർക്ക് എറൈസ് ചെയ്യും, ഓഡിറ്റർക്ക് എറൈസ് ചെയ്യും.
അപ്പോൾ ഓഡിറ്ററുടെ ലാബിലിറ്റി നമ്മൾ പഠിച്ചതാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസും വരുന്നുണ്ട്, ലാബിലിറ്റി ഫോർ മിസ്ഫീസൻസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസുകൾ ഒരു നെഗ്ലിജൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിലോ ഫ്രോഡലൻ്റ് ആയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേസമയം ലാബിലിറ്റി ക്രിമിനലായിട്ടും സിവിലായിട്ടും ആർക്കുണ്ടായിത്തീരും? ഓഡിറ്റർക്ക് ഉണ്ടായിത്തീരും. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അയാൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന റെലവൻറ്റ് ഇൻഫർമേഷൻസുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പ്രൂവ് ചെയ്യിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഓഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് whether he has obtained all the information and documents as a part of the necessary routine or working of the audit work as of his best knowledge and belief. സത്യമാണെന്നുണ്ടെങ്കിൽ ആ സത്യസന്ധതയാണ് അവിടെ കാണിക്കേണ്ടത്. നമ്പർ 2, whether in his opinion proper books of accounts are required by the act, rules and bylaws of the society have been kept and regularly maintained by the society. ഈ കാര്യവും ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കേണ്ടത് തന്നെയാണ്. അതായത് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സുകൾ, റെക്കോർഡ്സുകൾ അത് ആക്ടുകൾക്കും റൂളുകൾക്കും ബൈലോസിനും അനുസൃതമായിട്ടാണ് എന്നുള്ളത് അയാളുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്തേണ്ടതും എവിടെയാണ്? ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ശരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അയാൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, അത് ആണ് എന്ന് പറയുന്ന അയാളുടെ ഒപ്പീനിയൻ എന്തെങ്കിലും വിപരീതമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒപ്പീനിയൻ എവിടെ രേഖപ്പെടുത്താം? ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്താം. So the second point is that whether in his opinion the books of accounts are maintained required, the books and records required by the society as a part of the audit work shall be kept by the society in accordance with the act, rules and bylaws of the society. Third one, whether the balance sheet and final accounts, that is the trading account and profit and loss account, are the state of affairs of the society in a fair and view. അതായത് നമുക്കറിയാം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുപാട് ഇൻഫർമേഷൻസുകളാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ നൽകിയ ഇൻഫർമേഷൻസുകളും വളരെ സത്യസന്ധമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് ദ പോയിന്റ്. വെദർ ദ ബാലൻസ് ഷീറ്റ് and final accounts examined by the auditor are in agreement with the books of account and return of the society. സൊസൈറ്റി നൽകിയിട്ടുള്ള ഈ ഇൻഫർമേഷൻസുകളെല്ലാം ഇത് ശരിയാണ് ആൻഡ് അഗ്രി ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ അയാൾ എക്സാമിൻ ചെയ്തതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായി മാറുകയാണ്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റായിട്ട് മാറുന്നു, അതൊരു പ്രൂഫായിട്ട് മാറുകയാണ്. ഇത്രയും ഇൻഫർമേഷൻസുകൾ എവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം? ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ നമുക്കായി. അപ്പോൾ ഇനി ഓഡിറ്റർ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകാം. ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതെല്ലാം കണ്ടൻസുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി അത് ഓട്ടോമാറ്റിക്കലി ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുകയും മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം the audit will be deemed to be completed when the audit note together with the certificate and enclosures are submitted to the DCA or to whom the person or delegated. ഒരു ഓഡിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് തീരുമാനിക്കാനായിട്ട് കഴിയുക? അതായത് ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം DCAക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ DCA ആണ് ഓഡിറ്റ് ഇതിൻ്റെ എന്ത് ചെയ്യേണ്ടത്? ചെക്കിങ് ചെയ്തതിന് ശേഷം അതിനുള്ള ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ ഓഡിറ്റർ ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ അയാൾ സർട്ടിഫൈ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എത്ര എന്നുള്ളത്. അതായത് അവിടെ അന്നത്തെ ദിവസം ഓഡിറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് കൗണ്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. എത്ര എമൗണ്ട് വന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഏതൊക്കെ അക്കൗണ്ട്സുകളാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത്
അപ്പോൾ ചെക്ക്ഡ് ഫോർ ദി ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻഫർമേഷനും സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഓഡിറ്റർ അവിടെ സൈൻ ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നും 1 by 1 ആയിട്ട് ചെക്കിങ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ടുള്ള ഓരോ അക്കൗണ്ട്സുകളും വെരിഫൈ ചെയ്തുകൊണ്ട് അതിനെ സർട്ടിഫൈ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മൾ ഇതുവരെ ഓഡിറ്റ് വർക്കിൻ്റെ വേരിയസ് സ്റ്റേജസ്, അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും ഏത് ടൈപ്പിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളതുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നതിനേക്കാൾ മുമ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പറയുകയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് അതിൻ്റെ ടൈപ്സ് ഓഫ് റിപ്പോർട്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ക്ലീൻ റിപ്പോർട്ടാണ്. ക്ലീൻ ഓർ അൺക്വാളിഫൈഡ് report. Clean or unqualified report. Number 2, qualified report. Second category, qualified report. Third one, special report. Special report. 3 ടൈപ്പിലാണ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ ടൈപ്പുള്ള റിപ്പോർട്ടിനും അതിൻ്റേതായിട്ടുള്ള മെയിൻ ഫീച്ചേഴ്സുകളുണ്ട്. എന്തെല്ലാം പർപ്പസുകൾക്കായിരിക്കും ഈ ഓരോ ടൈപ്പുള്ള റിപ്പോർട്ടുകളും പെർമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് റിപ്പോർട്ട്? The audit report is submitted by the auditor to the client. That is the evidence which have been done the audit work clearly. ഒരാൾ ചെയ്ത വർക്കിൻ്റെ ഒരു എവിഡൻസ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ എക്സാമിനേഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ ക്ലയൻസിന് സബ്മിറ്റ് ചെയ്യുന്നത്. ക്ലയൻസിനല്ല, അത് DCAക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ക്ലയൻസിനും അല്ലെങ്കിൽ സൊസൈറ്റിക്കും അതെന്ത് ചെയ്തിരിക്കണം, ഫോർവേഡ് ചെയ്തിരിക്കണം. കാരണം ആ റിപ്പോർട്ട് മെമ്പേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ റീഡ് ചെയ്യണം. അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനെ ഡിക്ലെയർ ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ അത് സൊസൈറ്റികൾക്കും നൽകിയിരിക്കണം എന്നുള്ളത് കമ്പൾസറിയാണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ബൈ ദ ഓഡിറ്റർ ടു ദ ക്ലയൻറ്റ്സ് ഓർ സൊസൈറ്റി വിച്ച് ഹാസ് ബീൻ ദ മെയിൻ എവിഡൻസ് ദാറ്റ് ദ വർക്ക് ഹി ഹാസ് ഡൺ പ്രോപ്പർലി. Then next പറയാനുള്ളത് the audit report contains his opinion relating to the state of affairs of the യൂണിറ്റ്. സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, ബിസിനസ് യൂണിറ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓഡിറ്റ് റിപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സോ an audit report is defined as the medium through an auditor expresses his opinion on the state of affairs of the client's business. It is an important part of the audit process. അതായത് ക്ലയൻറ്റിൻ്റെ ഒരു ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് അല്ലേ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നു. DCA ആർക്ക് നൽകണം? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യണം. ഗവൺമെൻറ് സ്റ്റേറ്റ് കൺട്രോൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സൊസൈറ്റി എന്നതുകൊണ്ട് ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യണം. അതേസമയം അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആർക്കും കൂടെ നൽകും? സൊസൈറ്റികൾക്കും നൽകും. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് മെമ്മോറാണ്ടം ഇതിനോട് കൂടെ തന്നെ, അതൊക്കെ ഏതിനോട് കൂടെ തന്നെയാണ് നൽകുന്നത്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടെ തന്നെയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഒരു ക്ലയൻറ്റിൻ്റെ ഓർഗനൈസേഷനിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസുകളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എക്സാമിൻ ചെയ്തതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ that may be first one clean or unqualified report, then number 2 qualified report, or number 3 is the special type of report. ഓരോ റിപ്പോർട്ടുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നുള്ളത് ഒന്ന് നോക്കാം.
സാധാരണയായിട്ട് അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ക്ലയൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ യാതൊരു തിരുത്തലുകളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസുകളോ എക്സ്പ്ലനേഷൻസുകളോ ഒന്നും വേണ്ടി വരാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും റിപ്പോർട്ട്സുകളും അക്കൗണ്ട്സുകളും പരിശോധിച്ചതിൻ്റെ ഭാഗമായി നൽകുന്നൊരു റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സുകളിലൊന്നും ഒരു കറക്ഷൻസുകളില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻസുകളില്ല, ഒരു മിസ്അപ്രോപ്രിയേഷൻസുകളില്ല, എറേഴ്സുകളോ ഫ്രോഡ്സുകളോ ഇനി ഓഡിറ്റർക്ക് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സജഷൻസുകൾ പറയാനോ അല്ലെങ്കിൽ ഡ്രോബാക്കുകൾ ഡിഫക്ട്സുകൾ എക്സിബിറ്റ് ചെയ്യാനോ ഇല്ലാതെ വരുമ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? ക്ലീൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നൽകുന്ന ഒരു റിപ്പോർട്ടിനെയാണ് ഇവിടെ ക്ലീൻ ഓർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം. ഫസ്റ്റ് വൺ, when the auditor has obtained all the informations and explanation necessary for audit. The informations and explanations are given by the society the auditor has obtained in best knowledge and belief. കിട്ടിയതെല്ലാം വളരെ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൊസൈറ്റി നൽകുന്ന ഇൻഫർമേഷൻസുകളെല്ലാം കറക്റ്റാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ക്ലീൻ റിപ്പോർട്ട് എഴുതി വയ്ക്കാം അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് സബ്മിറ്റ് ചെയ്യാം. നമ്പർ 2, when proper books of accounts are required by law have been kept. All the society have been or maintained to be kept the books, records, statement in accordance with the act, rules and bylaws of the society that has been kept by the society. The auditor may be report as a clean. സൊസൈറ്റിയിലുള്ള എല്ലാ റെക്കോർഡ്സുകളും അക്കൗണ്ട്സുകൾ രജിസ്റ്റേഴ്സുകൾ അതുപോലെ തന്നെ മിനിറ്റ്സുകൾ ബൈലോക്ക് അനുസൃതമായി ആക്ടിന് അനുസൃതമായി റൂൾസുകൾക്ക് അനുസൃതമായി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ക്ലീൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. Third one, when the accounts have been kept in accordance with the standard accounting practices. അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനറൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളൊന്നും അക്കൗണ്ടിങ്ങിന് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം തന്നെയാണ് അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ തന്നെയാണ് ആ അക്കൗണ്ടിങ് പോളിസീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ ബുക്സുകൾ അക്കൗണ്ട്സുകളാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാലും എന്ത് ചെയ്യാം? ക്ലീൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് സ്പെഷ്യലായിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം അവർക്ക് ഇല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കില്ല. കോപ്പറേറ്റീവ്സ് ആക്ടിൽ ഏത് ടൈപ്പുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ചെയ്യുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന റൂൾസുകൾ തന്നെയാണ് എവിടെ ഫോളോ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഡേ ബുക്കുകൾ അതുപോലെ R&D സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നതും അതിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അതും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് അനുകൂലമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. Another one, when the profit and loss account and balance sheet in report in agree with the books of account. അപ്പോൾ നമ്മൾ R&D സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ നിന്നൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് R&D സ്റ്റേറ്റ്മെൻറ്റും ഡേ ബുക്കൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകളും എന്തായി മാറും? കറക്റ്റാവും. അങ്ങനെ അത് തന്നെയാണ് എന്നുള്ളത് ഓഡിറ്റർക്ക് ബോധ്യമാകുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. Another one, where in the opinion of the auditor,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ. അത് അക്കൗണ്ട്സുകൾ മാത്രമല്ല, അതിൻ്റെ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സെറ്റ്സ് ലയബിലിറ്റി അതിൻ്റെ വാല്യുവേഷൻ ചെയ്തിട്ടുള്ളത് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണോ, ഡിപ്രീസിയേഷൻ ഫണ്ട്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുള്ളത്, പ്രീപെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂവിലുള്ളതാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്ലീൻ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 5 വിഷയങ്ങളിലാണ് ക്ലീൻ റിപ്പോർട്ട് നൽകാനായിട്ട് കഴിയുന്നത്. ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ ഓഡിറ്ററുടെ ഒബ്സർവേഷനിൽ, ഓഡിറ്ററുടെ ഒപ്പീനിയനിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്, സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തത്, ആക്ട്, റൂൾ, ബൈലോ, അക്കൗണ്ടിങ് പോളിസീസുകൾ, അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി, ഇതിനൊക്കെ അനുസൃതമായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബോധ്യമാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് റിപ്പോർട്ട് ക്ലീൻ റിപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്യേണ്ടതും സബ്മിറ്റ് ചെയ്യേണ്ടതും DCAക്കാണ്. പക്ഷേ ഇങ്ങനെയുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ നൽകിക്കൊണ്ട് ഒരു ക്ലീൻ റിപ്പോർട്ട് അവർക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ക്ലീൻ റിപ്പോർട്ടിൻ്റെ സർക്കംസ്റ്റാൻസ് പറയാനുള്ളത്, ഈ പറഞ്ഞ 5 പോയിന്റുകൾ. ഇനി നമുക്കിതിൽ തന്നെ അടുത്തത് ക്വാളിഫൈഡ് റിപ്പോർട്ട്, സ്പെഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പറയാനുണ്ട്. 2 റിപ്പോർട്ടുകളും ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ സ്പെഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് സൊസൈറ്റിക്ക് ചിലപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസുകളൊക്കെ എറൈസ് ചെയ്യാം. കാരണം കണ്ടെത്തിയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, സ്പെഷ്യൽ റിപ്പോർട്ടുകളും ക്വാളിഫൈഡ് റിപ്പോർട്ടുകളും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇറഗുലാരിറ്റീസുകളോ മിസ് അപ്രോപ്രിയേഷൻസുകളോ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടുകളോ എറേഴ്സുകളോ ഫ്രോഡ്സുകളോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സർക്കംസ്റ്റാൻസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള റിപ്പോർട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ക്ലീൻ റിപ്പോർട്ടോടുകൂടെ ഇന്നത്തെ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കണ്ടൻസ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്, അതിൽ പറയുന്ന 8 പോയിന്റുകൾ പറഞ്ഞു. ദാറ്റ് ഈസ് ദ ഓഡിറ്റ് മെമ്മോറാണ്ടം, ദെൻ ഷെഡ്യൂള്, ദെൻ സമ്മറി ഓഫ് ദ ഡിഫക്ട്, R&D സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ലാസ്റ്റ് വൺ ഓഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഓഡിറ്റർ തയ്യാറാക്കുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് ക്ലീൻ റിപ്പോർട്ടിൻ്റെ ചില സിറ്റുവേഷൻസുകൾ പറഞ്ഞു. ഇപ്പോഴാണ് ക്ലീൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത്. അതായത് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പീനിയനാണ് ക്ലീൻ റിപ്പോർട്ടിൽ പറയുന്നത്. അത് പോസിറ്റീവായിട്ടുള്ളൊരു ഒപ്പീനിയനായിരിക്കും, അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് വരുന്ന ഒപ്പീനിയൻസുകളായിരിക്കും. ദാറ്റ് ഈസ് ദ അൺക്വാളിഫൈഡ് ഓർ ക്ലീൻ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് 2 കാറ്റഗറിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.